ഈജിപ്തിൽ നടന്ന സമാധാന ഉച്ചകോടിയിൽ ട്രംപിനെ വാനോളം പുകഴ്ത്തുന്ന പാക് പ്രധാനമന്ത്രിയാണ് കണ്ടത്. ട്രംപിന്റെ വാലിൽ തൂങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നിഴലായി നടക്കുന്നതിനെ ഇപ്പോൾ വലിയ രീതിയിൽ പരിഹസിച്ചും ട്രോളിയുമാണ് സോഷ്യൽ മീഡിയ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രശസ്ത കോളമിസ്റ്റായ SL കാന്തൻ അദ്ദേഹം അടക്കമാണിപ്പോൾ പാക് പ്രധാനമന്ത്രിയെ പരിഹസിച്ചുകൊണ്ട് കമന്റുകൾ രേഖപ്പെടുത്തുന്നത്. ട്രംപിനെ പാട്ടിലാക്കാൻ പഠിച്ച പണി 18 പയറ്റുകയാണ്. പാകിസ്ഥാനെ രക്ഷിച്ചത് ട്രംപാണ് എന്നും താങ്കളെ ഞാൻ വീണ്ടും നൊബേൽ സമ്മാനത്തിന് വേണ്ടി നാമനിർദ്ദേശം ചെയ്യുകയാണ് എന്ന് ഷഹബാസ് ഷെരീഫ് ആകട്ടെ ആ പ്രസംഗത്തിൽ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അത് ട്രംപിനെ അടുത്തു നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിൽ സോഷ്യൽ മീഡിയ വലിയ ചിരി പടർത്തുകയാണ് ഉണ്ടായിരിക്കുന്നത്. ട്രംപിന്റെ പിറകെ നടന്ന് നിഴലായി നടന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ വലിയ രീതിയിലാണ് വിമർശിച്ചുകൊണ്ട് ട്രോളുകൾ ഉണ്ടാക്കിയിരിക്കുന്നതും. ട്രംപിന്റെ ശുനക്കി എന്ന പ്രയോഗം അവിടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഷഹബാസ് ഷെരീഫിനെതിരെ ഉയർന്നു കേൾക്കുകയാണ്. പാകിസ്ഥാൻ രാഷ്ട്രീയക്കാർ എന്തിനാണ് ഇത്ര നീചന്മാരും ചെരുപ്പ് നക്കിയുമാകുന്നത് എന്നതും ഇവിടെ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. നാണമില്ലാത്ത മനുഷ്യനാണ് ഷഹബാസ് ഷെരീഫും എന്ന് പറയുന്നു. കുറച്ച് പോയിന്റുകൾ നേടാൻ പാലസ്തീൻ പോരാട്ടത്തെ ഉപയോഗിക്കുന്നു എന്നതാണ് ഒരാൾ പാക് പ്രധാനമന്ത്രിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ട്രംപ് തന്റെ ഷൂസ് ഇതുവരെ കാണാത്ത വിധം തിളങ്ങാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം തന്നെ അദ്ദേഹം പാകിസ്ഥാന്റെ ചെറിയ പ്രധാനമന്ത്രിയെ ക്ഷണിക്കുന്നു. ഭൗമരാഷ്ട്രീയത്തിൽ തന്നെ ഇത്രയധികം ഭയാനകമായ അവസ്ഥ മുൻപ് കണ്ടിട്ടില്ല എന്നതാണ് പ്രശസ്ത കോളമിസ്റ്റായ SL കാന്തൻ കുറിച്ചിരിക്കുന്നത്. ബൂട്ട് ലിക്കിങ്ങിന്റെ കാര്യത്തിൽ പാക് പ്രധാനമന്ത്രിയെ മറികടക്കാൻ ആർക്കും കഴിയില്ല എന്നതാണ് മറ്റൊരാളുടെ കുറ്റപ്പെടുത്തൽ. ബൂട്ട് ലിക്കിങ്ങിന് ഒരു സമ്മാനമുണ്ട് എങ്കിൽ ഷഹബാസിന് അദ്ദേഹം അതിന് അർഹനായിരിക്കുമെന്നാണ് മറ്റൊരു ഉപഭോക്താവ് പറയുന്നത്. ട്രംപിനെ കുറിച്ച് ഉറപ്പില്ല, പക്ഷേ ബൂട്ട് ലിക്കിങ്ങിന് ഒരു നൊബേൽ സമ്മാനം ഉണ്ടെങ്കിൽ അത് ഷഹബാസ് ഷെരീഫ് അതിനുള്ള ഏറ്റവും വലിയ മത്സരാർത്ഥിയാണ് എന്നതാണ് മറ്റൊരു ഉപഭോക്താവ് ട്വീറ്റിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. അതേസമയം ഈജിപ്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ഉടനീളം തന്നെ ട്രംപിനെ ചുറ്റിപ്പറ്റി ഷഹബാസ് ഷെരീഫ് നടന്നെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ മോദിയാണ് തന്റെ ഉറ്റ സുഹൃത്ത് എന്നതായിരുന്നു ട്രംപ് പറഞ്ഞത്. അദ്ദേഹം അക്കാര്യം എടുത്തു പറയാൻ മറന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇന്ത്യ ഒരു മഹത്തായ രാജ്യമാണ്. അതിന്റെ തലപ്പത്ത് എൻ്റെ വളരെ നല്ലൊരു സുഹൃത്തുണ്ട് എന്നതും അത് അദ്ദേഹം മികച്ച കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് എന്നതും അദ്ദേഹം പറയുകയും ചെയ്തു. പാകിസ്ഥാൻ ഇന്ത്യയും വളരെ നന്നായി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ലേ എന്ന ചോദ്യം കൂടി ട്രംപ് ഇവിടെ ഷഹബാസ് ഷെരീഫിന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട്. തൊട്ടു പിന്നിൽ നിന്ന പാക് പ്രധാനമന്ത്രിയാകട്ടെ അദ്ദേഹം ട്രംപിനോട് ചോദിക്കുകയും ഈ ചോദ്യത്തിന് അദ്ദേഹം ഒരു ചെറു പുഞ്ചിരിയാണ് നൽകിയത് എന്നതും ആ വീഡിയോയിൽ അല്ലെങ്കിൽ പുറത്തു വന്ന വീഡിയോയിൽ കാണാൻ സാധിച്ചിരുന്നു. ഇന്ന് വീണ്ടും ഈ മഹത്തായ പ്രസിഡന്റിനെ സമാധാനത്തിനുള്ള ഏറ്റവും സത്യസന്ധനും അത്ഭുതകരവുമായ സ്ഥാനാർത്ഥി അദ്ദേഹമാകണമെന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നതായാണ് ഇതിനുള്ള മറുപടിയായി തന്നെ ഷഹബാസ് ഷെരീഫ് പറഞ്ഞത്. കാരണം അദ്ദേഹം ദക്ഷിണേന്ത്യയിൽ സമാധാനം കൊണ്ടുവന്നത് മാത്രമല്ല, ദശലക്ഷക്കണക്കിന് ജീവൻ രക്ഷിക്കുകയും ചെയ്തു. ഇന്ന് ഇവിടെ ഷാം എൽ ഷെയ്ഖിൽ നടക്കുന്ന ഗാസയെ സമാധാനം കൊണ്ടുവരികയും മിഡിൽ ഈസ്റ്റിലെ ദശലക്ഷക്കണക്കിന് ജീവൻ രക്ഷിക്കുകയും അദ്ദേഹം ചെയ്തതായും ഷഹബാസ് ഷെരീഫ് എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ട്രംപിനെ സമാധാനത്തിന്റെ മനുഷ്യൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഷഹബാസ് ആകട്ടെ ഓപ്പറേഷൻ സിന്ദൂറിനെ അനുസ്മരിക്കുകയും ചെയ്തു. ട്രംപ് ആ ദിവസം ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ആ സംഭവം തടയാൻ ആരാണ് അതിജീവിച്ച് വരുമെന്ന് തനിക്ക് അറിയില്ല എന്നതാണ് ഷഹബാസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനിടയിലാണ് ഇതെല്ലാം പറഞ്ഞതിന് ഇപ്പോൾ വലിയ രീതിയിലുള്ള ട്രോളുകൾ നിരത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയ രംഗത്ത് വന്നിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.